ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വാമദേവനും അമ്മയൊക്കെ കൂടെ പ്രതാപനെ കെട്ടി വലിച്ച് റൂമിലേക്ക് പൂട്ടിയിടുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ. എൻ്റെ പൊന്നു പ്രതാപ, നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. കണ്ണനോട് സത്യങ്ങളൊക്കെ നിനക്ക് പറയാം, പക്ഷെങ്കിൽ ഇപ്പം എന്തായാലും അതിന് സാധിക്കുന്ന ഒരു സമയമല്ല. എന്തായാലും നീ സത്യങ്ങളൊന്നും ഇപ്പം വിളിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വാമനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വാമൻ പറയുന്നുണ്ട്, എന്താണ് പ്രതാപ, നിനക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ലേ? നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത്. എന്തായാലും നീ ഇച്ചിരി നേരം അടങ്ങി ഇവിടെ വല്ലതും ഇരിക്കുക, അതായിരിക്കും നിനക്ക് നല്ലത്, നിൻ്റെ ശരീരത്തിന്. അപ്പോൾ ആ മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മുടെ വാവനോടായിട്ടുണ്ടെങ്കിൽ ഇവനെ ഇങ്ങനെയൊന്നും പിടിച്ച് നിൽപ്പിക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ഇവനാണെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്ത് ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വാമ, നമുക്ക് എന്തെങ്കിലും ചെയ്തില്ലേ മതിയാവൂ എന്നുള്ള ഇതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, ഓ എനിക്ക് പ്രത്യേകിച്ച് ചെയ്യണോ എന്നൊന്നുമില്ല. അഥവാ ഞാൻ കുടുങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങളെയും കൂടെ കൂട്ടും, കാരണം നിങ്ങളുടെ മകനെയും കൊണ്ടേ പോവും. അതിലെന്തായാലും ഒരു സംശയവും. കാരണം എന്ന് വെച്ചാൽ അവൻ ഇപ്പോഴും പറഞ്ഞു പോകുന്നുണ്ടല്ലോ, നിങ്ങൾ അമ്മായിയമ്മയൊക്കെ അവൻ്റെ അമ്മായിയമ്മേനൊക്കെ നിങ്ങളാണല്ലോ കൊന്നത് എന്നുള്ള രീതിയിൽ ആ പ്രതാപം പറയുന്നുണ്ടല്ലോ. എന്തായാലും ഇത് മോഹിനി അറിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും മോഹിനിയോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുമോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. മോഹിനി ഇതറിഞ്ഞാലുള്ള പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയാലോ. അതുകൊണ്ട് നിങ്ങളെ മകനെ എന്നേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അവനും ഈ സത്യത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് ആ ജയിലിലൊന്നും പോയി കിടക്കേണ്ട ആവശ്യം വരില്ല. എന്തായാലും എല്ലാവരും പേടിക്കണം പ്രതാപനെ ഇപ്പോൾ. കാരണം അവനിപ്പോൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് സത്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവനിപ്പോൾ ഒരു പ്രാന്ത് കളിയാണല്ലോ എല്ലാവരുടെ അടുത്തും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന മുഴുവൻ എല്ലാവരും വിശ്വസിക്കാനും നല്ല പോലെ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ മോഹിനി ഇത് വല്ലതും അറിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനെയും നോക്കണമെങ്കിൽ പ്രതാപനെ നിങ്ങൾ പിടിച്ചു വെച്ചേ മതിയാവുള്ളൂ. പ്രതാപൻ്റെ വായിൽ നിന്ന് ഒരു സത്യം പോലും വീണു പോയാൽ നിങ്ങളുടെ എന്തായാലും ഞാൻ വെറുതെ വിടില്ല, നിങ്ങളെ മകനെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള ഇതിലൊക്കെ വാമദേവനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, വാതിലൊന്ന് തുറക്കുക, എനിക്ക് കണ്ണനോട് സത്യങ്ങളെല്ലാം വിളിച്ച് പറയണം, എനിക്കല്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ആ വിശ്വനാഥനാണെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളിൽ വന്ന് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. അയൻ ഇന്നും കരഞ്ഞിരുന്നു. ഇപ്പം എന്താ ഞാൻ ചെയ്യേണ്ടേ? നിങ്ങളാരും എന്നെ സത്യം പറയാൻ വേണ്ടി അനുവദിക്കുന്നില്ലല്ലോ, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലൊക്കെ പ്രതാപൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പ്രാന്തനെ പോലെ. അപ്പം മുത്തശ്ശിയാണെങ്കിൽ വാമൻ പോയതിന് ശേഷമാണെങ്കിൽ കതവ് തുറന്നു കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രതാപന്. അപ്പോൾ പ്രതാപൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ ഒരു പ്രാന്ത് കളി കളിക്കുന്നത്? നിനക്ക് എന്താടാ പ്രതാപ പറ്റിയത്? നിനക്കും നിൻ്റെ കുഞ്ഞിനും വേണ്ടി ഞാൻ എത്ര പേരെ സഹിച്ചു നിന്നാണ്. ആ മോഹിനിയും ആ മഹാലക്ഷ്മിയും എത്ര പേരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നീ ഇപ്പോൾ എനിക്കെതിരെയാണല്ലോ പ്രതാപ തിരിഞ്ഞു നിൽക്കുന്നത്. നീ എന്തിനാണ് മോഹിനിയുടെ അമ്മയുടെ കൊന്ന കാര്യമൊക്കെ ഇപ്പോൾ വിളിച്ചു കൂവുന്നത്? ഈ വയസ്സാം കാലത്ത് നീ എന്നെയും കൂടെ എന്തിനാടാ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത്? ഇപ്പോൾ ആ വാമദേവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അവൻ എന്തായാലും നീ ഈ സത്യങ്ങൾ വായിന്ന് പുറത്തു പോയാൽ അവൻ എന്നെയും കൂടെ ജയിലിലാക്കും എന്നാണ് പറയുന്നത്. എന്തിനാടാ ഈ വയസ്സാം കാലത്ത് എന്നോട് ഇത്ര ക്രൂരത നീ ചെയ്യുന്ന പ്രതാപ എന്നുള്ള രീതിയിൽ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അവനാണെങ്കിൽ അമ്മേനേക്കാളും കൊല ചെയ്തിട്ടുണ്ട്. 3 പേരെയാണ് അവൻ വീണ്ടും കൊല ചെയ്തിരിക്കുന്നത്. അതെന്തായാലും അത്രയൊന്നും അമ്മ ചെയ്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, 3 പേരെയോ? അതെന്തിനാ മോനെ അവൻ അങ്ങനെയൊക്കെ ചെയ്തത്? അത് ആരേ ചെയ്യുന്നത് നിനക്കറിയോ എന്നുള്ള രീതിയിൽ പ്രതാപനോട് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അറിയാം, പക്ഷേങ്കിൽ സമയമായിട്ടില്ല, ഞാൻ അമ്മയോട് തന്നെ പറയാം. അവൻ ആരേ ചെയ്തതെന്ന് എനിക്കിപ്പോൾ വലുതായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഓർമ്മ വരുമ്പോൾ ഞാൻ അമ്മയോട് പറയാം എന്നുള്ള രീതിയിൽ പ്രതാപനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ ഇപ്പോൾ പ്രതാപനെ നല്ല രീതിക്ക് തന്നെ പേടിയാണ്. കാരണം മോഹിനിയുടെ അമ്മയുടെ രഹസ്യങ്ങളൊക്കെ അറിയുന്നത് പ്രതാപന് മാത്രമാണ്. അങ്ങനെ മോഹിനിയുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നീ ആരോടും പറയാനൊന്നും പാടില്ല. അത് പറഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്കാണ് ചെന്ന് ചാടുക മോനെ. അതുകൊണ്ട് എൻ്റെ മോൻ ഈ കാര്യങ്ങൾ മറച്ചു വെൽക്കണം. കാരണം അമ്മയ്ക്ക് ഈ വയസ്സാങ്കാലത്ത് ജയിലിൽ പോകാൻ യാതൊന്നും പറ്റില്ല, അത് നിനക്കറിയാലോ മോനെ. അങ്ങനെ പ്രതാപനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അതിന് ശേഷമാണെങ്കിൽ വാമൻ മുത്തശ്ശിയെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും നിങ്ങളുടെ മകനെ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ അവൻ പുറത്ത് ചാടിയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഞാനിപ്പോൾ പോവുകയാണ്. അവൻ എന്തെങ്കിലും പുറത്തിറങ്ങി ഇതൊക്കെ പറഞ്ഞാൽ അവനെ ജീവനോടെ കാണില്ല. പക്ഷേ ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്നും നിങ്ങളും വിചാരിക്കേണ്ട. എന്തായാലും അമ്മയെ കൊന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്തായാലും അഴിയെണ്ണിപ്പിക്കും ഞാൻ, അതിലൊരു സംശയവും എന്നുള്ള രീതിയിൽ മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് വാമദേവനാണെങ്കിൽ പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഇനി വല്ലതും ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമോ? വാമദേവൻ ഇനിയിപ്പോൾ എന്നെ ജയിലിലാക്കുമോ? പ്രതാപൻ്റെ വായിൽ നിന്നാണെങ്കിൽ സത്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ മുത്തശ്ശിയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനിൽ ഇങ്ങനെ നിൽക്കേണ്ട ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ കർണമോളെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ എന്നുള്ള രീതിയിൽ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അത് അവളോട് പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് അമ്മ തന്നെയാണല്ലോ എന്നോട് നേരത്തെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ പ്രതാപനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ ഈ പ്രാന്ത് കളിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീയാണെങ്കിൽ ഏത് സമയം ഓരോ സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ ഓരോ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞതായിപ്പോയി, വലിയ തെറ്റ്. അന്നേ ആ സത്യം എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വെച്ചിരുന്നെങ്കിൽ നീ ഒന്നും അറിയാൻ പോകുന്നില്ലായിരുന്നു. എൻ്റെ പൊന്നുമോനെ, നിനക്ക് വേണ്ടി ഈ അമ്മ ഒരുപാട്
ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട്. അതിനെല്ലാം പ്രതിഫലമായി നീ ഈ സത്യം ആരോടും പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മുത്തശ്ശിയുടെയും പ്രതാപൻ്റെ ഈ ഒരു സംസാര രീതികളൊക്കെ കേട്ട് നമ്മുടെ കമലേശ്വരം വീട്ടിൽ നിന്നാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ മോഹിനി കമലേശ്വരം വീട്ടിൽ നിന്ന് കരുണാലയത്തിലോട്ട് പോകുന്നുണ്ട് പ്രതാപനെ കണ്ട് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പം മുത്തശ്ശിയും പ്രതാപനും സംസാരിക്കുന്നുണ്ട്. മോഹിനിയുടെ അമ്മയെ കൊന്ന കാര്യം നീ ഇനി ഒരിക്കലെങ്കിലും ശബ്ദിച്ച് പുറത്തേക്ക് വന്ന പ്രതാപ നിന്നെ ഞാനായിരിക്കും കൊല്ലുന്നത് എന്നുള്ള രീതിയിൽ പ്രതാപനോട് പറയുന്നത് നമ്മുടെ മോഹിനി മാറി നിന്ന് കേൾക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട മോഹിനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രതാപൻ മോഹിനിയോട് പറയുന്നുണ്ട് നിൻ്റെ അമ്മയെ കൊന്നത് ഈ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ കാരണം നോക്കി 2 പൊട്ടിക്കുന്നുണ്ട്. മുത്തശ്ശിയെ നല്ല രീതിക്ക് തന്നെ ആട്ടി ഇറക്കുന്നുണ്ട്. കാരണം മോഹിനിയുടെ വീട് തന്നെയാണ് അത് കരുണാലയം. അതുകൊണ്ട് തന്നെ മോഹിനി അവിടുന്ന് നല്ലപോലെ ആട്ടി ഇറക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അങ്ങനെ ഒരു എപ്പിസോഡായിട്ടാണ് ഇത് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കും.